ഈ ലോകത്ത് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്ത് തെറ്റാണുള്ളത്? നിനക്ക് പറ്റുമെങ്കിൽ അവളോടങ്ങ് ക്ഷമിച്ചേക്ക്. എത്ര നാളെന്ന് വെച്ച് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? അങ്ങ് വിട്ട് കളയുന്നേ, അങ്ങ് മറന്നേക്കുന്നേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വാചകം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ സുഹൃത്തുക്കളോ ഒക്കെ നമ്മളോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരിക്കാം ഇത്. ആരെങ്കിലും നമ്മളോടൊരു തെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യും, നമ്മളെ വേദനിപ്പിച്ചു, അപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നും അല്ലേ? ഭയങ്കരമായിട്ടൊരു റിവഞ്ച് ഫീലിംഗ് തോന്നും. നമ്മൾ അവരോട് യാതൊരു രീതിയിലും സഹകരിക്കത്തില്ല, അവരെ കണ്ട നോക്കത്ത് പോലില്ല, പിന്നാണ് മിണ്ടുന്നത് അല്ലേ? അപ്പോൾ ഈ ക്ഷമിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എന്താണ് ഈ ക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത ദിവസം കാണുമ്പോഴത്തേക്ക് അവർ ചെയ്ത എല്ലാം അങ്ങോട്ട് മറന്നു കെട്ടുപിടിച്ച് വീണ്ടും ആ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് അങ്ങനെ സ്റ്റാർട്ട്. അതാണോ ക്ഷമ? എന്താണ് ഈ ക്ഷമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്നൊരു കാര്യമാണോ ഈ ക്ഷമ എന്ന് പറയുന്നത്? എന്താണ് ക്ഷമ? നിനക്ക് പറ്റുമെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കും. ഈ ലോകത്ത് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിക്കുന്നവർ തന്നെ നമുക്ക് പറഞ്ഞു തരണം. എന്താണ് ക്ഷമ? ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? കുഴപ്പമില്ല, അവരെന്നോട് അങ്ങനെ ചെയ്തു, സാരമില്ല, ഞാനത് വിട്ടു കളഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെൽഫ് ലവ് ആണ്, നമുക്ക് എന്ത് സെൽഫ് റെസ്പെക്റ്റ് ആണുള്ളത് അല്ലേ? അപ്പോൾ അതാണോ ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്? അറിയണ്ടേ എന്താണ് ക്ഷമ, എന്താണ് ഫോർഗീവ്നെസ് എന്നുള്ളത്? അതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളൊരു വിത്ത് പാകി, അത് അടുത്ത ദിവസം തന്നെ വളർന്ന് വലിയൊരു മരമായി കായ്ക്കോ പൂക്കോ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഈ ലോകത്തെല്ലാം തന്നെ ഗ്രാജുവലി വളരെ സമയമെടുത്തിട്ടാണ് എല്ലാ കാര്യവും ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ? നമ്മളൊരു വിത്ത് പാകി കഴിഞ്ഞാൽ അത് മുളച്ച് വരാൻ അതിൻ്റേതായ സമയമെടുക്കും. നമ്മളതിന് വെള്ളവും വളവും അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ അത് പതിയെ പതിയെ വളർന്നു വരികയുള്ളൂ അല്ലേ? മരമാകുന്നതാണെങ്കിൽ അത് വളരെ വർഷങ്ങളെടുത്ത് മാത്രമേ അത് മരമായി തീരുകയുള്ളൂ, ആരോഗ്യകരമായിട്ടൊരു മരമായിട്ട് തീരുകയുള്ളൂ അല്ലേ? അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊന്നും നടക്കുന്നതായിട്ടൊന്നും തന്നെ ഈ ലോകത്തില്ല. അങ്ങനെ ഒരു നിമിഷം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ശരിയാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ശാശ്വതമായിരിക്കുകയുമില്ല. അപ്പം എന്താണ് ക്ഷമ? എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വിവിധ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. അതൊരിക്കലും നമ്മളോടുള്ള സെൽഫ് ലവോ സെൽഫ് റെസ്പെക്റ്റോ നശിപ്പിച്ചുകൊണ്ടാവരുത്. അത് നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ജീവിതത്തെ സഹായിക്കുന്ന രീതിയിലാവണം ആ ക്ഷമ അല്ലെങ്കിൽ ആ ഫോർഗീവ്നെസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ക്ഷമ, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്, അതിൻ്റെ വിവിധ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.